ഷിംജിതയ്ക്കെതിരെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ 24 പുറത്തുവിടുന്നുണ്ട്. ഷിംജിതയെ പ്രതിക്കൂട്ടിലാക്കിയ റിമാൻഡ് റിപ്പോർട്ട്. ബസ്സിൽ പീഡനമോ ശാരീരിക ഉപദ്രവമോ ഉണ്ടായിട്ടില്ല. പ്രതി ഷിംജിത മുസ്തഫ 7 വീഡിയോകളാണ് ചിത്രീകരിച്ചത്. ദീപക് ആത്മഹത്യ ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചതുള്ള മനോവിഷമത്തെ തുടർന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് ചെയ്യുന്നു. അജി, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഷിംജിതയ്ക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിവരങ്ങൾ സുഹേൽ, തീർച്ചയായും സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഇതിനകത്ത് ഷിംജിക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലമീൻ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നും പ്രതിയും മരണപ്പെട്ട ദീപക്കും ബസ്സിൽ കയറിയതായും ശേഷം അസ്വാഭാവികത ഒന്നും തന്നെയും ബസ്സിൽ നടക്കുന്നില്ല, യാതൊന്നും നടക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, പ്രധാനമായും പറയുന്നത് ഈ സംഭവ ദിവസം ഈ വീഡിയോ ചിത്രീകരിച്ച ദിവസം ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ തനിക്ക് ദുരനുഭവം നേരിട്ടു, മോശമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, ഇത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെയും ഈ പയ്യന്നൂർ സ്റ്റേഷൻ അല്ലെങ്കിൽ വടകര മേഖലകളിൽ സ്റ്റേഷൻ പരിധിയിൽ ഒന്നും തന്നെയും പരാതിയായി നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. 7ഓളം വീഡിയോകൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആയവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും എടുത്ത് പറയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അല്പസമയം മുൻപാണ് ഷിംജിത കുന്നമംഗലം കോടതിയിൽ ജാമ്യ അപേക്ഷ സമർപ്പിച്ചത്. ആ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കില്ല. അത് പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും ഷിംജിതയ്ക്കെതിരെ പറയുന്നത്. ബോധപൂർവമായ അല്ലെങ്കിൽ ദീപകിന്റെ വശത്ത് നിന്നും ഒരു തരത്തിലുള്ള ദേഹോപദ്രവമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയും പ്രതിക്കുണ്ടായിട്ടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നുണ്ട്. സുഹേൽ, നമസ്കാരം കൂട്ടുകാരെ. ദീപക് ഷിംജിത കേസിലെ നമ്മൾ ഇതുവരെ കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണോ? ദീപകിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ഷിംജിതയുടെ തനി നിറം ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. പണ്ട് മുസ്തഫ എന്ന പാവ മനുഷ്യനെ ഷിംജിത എങ്ങനെയാണ് ചതിച്ചത്? ആരാണ് ഈ മുസ്തഫ? അവർ തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്ത്? ഈ കേസുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ആരാണ് ഈ മുസ്തഫ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഷിംജിതയുടെ ഭർത്താവാണ് മുസ്തഫ. ഷിംജിതയുടെ ഭർത്താവ് മുസ്തഫ അരീക്കോട് സ്വദേശിയാണ്. ഒരു സാധാരണ കുടുംബം. ഇവർ തമ്മിൽ കഴിഞ്ഞ 6 മാസമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഷിംജിത അരീക്കോട് വാർഡ് മെമ്പറായിരുന്ന സമയത്താണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. മെമ്പറായിട്ട് വെറും 1 മാസം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഇവർ ദുബായിലേക്ക് കടന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഷിംജിത 6 മാസത്തോളമായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മലപ്പുറം അരീക്കോടായിരുന്നു ഭർത്താവിന്റെ വീട്. ഇവിടെ ഇവർ അരീക്കോട് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പറായിരുന്നു. എന്നിട്ട് പർദ്ദയും തട്ടവും ഒക്കെ ഇട്ട് മത്സരിക്കും. ഇത് കഴിഞ്ഞാൽ ദുബായിലും പോകും. അവിടുന്ന് പർദ്ദയും തട്ടവും ഒക്കെ അഴിച്ച് വീഡിയോ ചെയ്യും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നിലവിലെ 6 മാസമായി ഭർത്താവുമായി പിരിഞ്ഞ് വടകരയിൽ ഒറ്റയ്ക്കാണ് ഇവളുടെ താമസം. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണ്? പർദ്ദയും തട്ടവും ഒക്കെ മാറ്റി നാട്ടിലെ വോട്ടർമാരെയും വീട്ടിലെ ഭർത്താവിനെയൊക്കെ വഞ്ചിച്ച് മറ്റൊരു ജീവിതമായിരുന്നു ഷിംജിത അവിടെ നയിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പലരും വെളിപ്പെടുത്തുന്നത്. മുസ്തഫ ദുബായിൽ പോയി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഷിംജിത തയ്യാറായില്ല എന്നും ഭർത്താവിനോട് പോലും മോശമായിട്ട് പെരുമാറുന്ന, സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് മുസ്തഫയുടെ അനുഭവം നമ്മളോട് പറയുന്നത്. ഈ സ്ത്രീ ഭരണത്തിൽ കയറി ഉടനെ 1 മാസമാണ് നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന, ജോലി കിട്ടിയെന്ന് പറഞ്ഞു ദുബായിലേക്ക് പോവുകയാണ്. പിന്നീട് മെമ്പർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ഈ സ്ത്രീയുടെ ഭർത്താവായിരുന്നു വാർഡ് നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നിയന്ത്രിച്ച് കൊണ്ടു നടന്നിരുന്നത്. ആ വർഷം തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് രാജി പറഞ്ഞിട്ട് രാജിക്കത്ത് എഴുതി തയ്യാറാക്കിയത്. ഇത് രാജിക്കത്ത് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയിരുന്നു. അപ്പോഴേക്കും ഈ സ്ത്രീ ദുബായിൽ നിന്ന് സെക്രട്ടറിക്ക് വിളിച്ച് ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ രാജി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ത്രീയാണിത്. അപ്പൊ ഇതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഓരോരുത്തർ, അതായത് ഷിംജിതയുടെ നാട്ടുകാർ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ടാണ് ഷിംജിതയെ കുറിച്ച് പുറത്തു വരുന്നത് അല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇപ്പൊ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടല്ലേ. എന്തായാലും ഇവരുടെ ഭർത്താവ് ഇവരുടെ ഡിവോഴ്സ് ചെയ്ത് പോയത് നന്നായി. അല്ലെങ്കിൽ ഇന്ന് ദീപകിന്റെ സ്ഥാനത്ത് അങ്ങേര് തന്നെ മരണപ്പെടുമായിരുന്നു. അങ്ങേര് തന്നെ ഈ കടുങ്കൈ ചെയ്യുമായിരുന്നു അല്ലേ. മറ്റൊരു മരണത്തിനും കൂടി നമ്മൾ സാക്ഷിയാകേണ്ടി വന്നേനെ. ഇനി നമുക്ക് ഈ കേസിൽ ഏറ്റവും വലിയ ദുരൂഹതയിലേക്കൊന്ന് വരാം. അതായത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള വെറും 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു പാട്ട് കേട്ട് തീരുമ്പോഴേക്കും ബസ് അവിടെ എത്തും. പക്ഷെ ഷിംജിത പുറത്തുവിട്ട വീഡിയോ 8 മിനിറ്റോളം നീളമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് നമുക്കൊരു സംശയം ഉള്ളതല്ലേ. 5 മിനിറ്റ് യാത്രയുള്ളൂ. ഇവിടെ എങ്ങനെയാണ് 8 മിനിറ്റ് വീഡിയോ കിട്ടും?
ഇതിനർത്ഥം എന്താണ്? ദീപക് ശല്യം ചെയ്തു എന്ന് പറയുന്നതിന് മുൻപേ തന്നെ ഇവർ വീഡിയോ ഓൺ ചെയ്തിരുന്നു എന്നല്ലേ? ഒരു സാധാരണ യാത്രക്കാരനെ ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ആണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യൂസിനും ലൈക്കിനും വേണ്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചവർക്ക് ഒരു പാവ യുവാവിനെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഷിഞ്ചിതയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. ബന്ധു വീട്ടിൽ നിന്നാണ് പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഷിഞ്ചിതയെ അറസ്റ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. നമുക്കറിയാം, ഒരു പ്രതിയെ പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ ഷിഞ്ചിതയെ കൊണ്ടുപോയത് ഒരു പോലീസുകാരന്റെ സ്വന്തം i20 കാറിലാണ്. ആ കാറിന് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു. ഒരു ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുന്ന പോലീസ് ഒരാളുടെ ആത്മഹത്യക്ക് കാരണമായ പ്രതിക്ക് എന്തിനാണ് ഇത്രയും മാന്യമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നത്? എന്തായാലും ഷിഞ്ചിതയുടെ പഴയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടായിരിക്കും അല്ലേ? നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണ്ടേ? ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമോ? ഷിഞ്ചിത പറയുന്നുണ്ട് ദീപക് തന്നെ 15 മിനിറ്റോളം പീഡിപ്പിച്ചു എന്നതാണ്. ബസ്സിൽ CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്ന് കണ്ടപ്പോഴാണ് ഈ പുതിയ ആരോപണം. ഇത്രയും നേരം പീഡിപ്പിച്ചിട്ടും ബസ്സിലെ മറ്റാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. സാധാരണ ഉദ്യോഗം വഹിക്കുന്ന ദീപകിനെതിരെ ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനാണ് ഷിഞ്ചിതയുടെ ശ്രമം. എന്തായാലും മരിച്ചയാൾക്ക് ഇതിനുള്ള മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഈ ധൈര്യമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. അത് ഷിഞ്ചിതയെ പോലെയുള്ളവർ തെറ്റായി ഉപയോഗിച്ചു. ലൈക്കിനും പണത്തിനും വേണ്ടിയിട്ട് ഒരാളുടെ മാനം കവരുന്നത് കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ഷിഞ്ചിതയുടെ വീഡിയോകൾ ഇത്ര പെട്ടെന്ന് വൈറലാകുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു രീതി വെച്ച് ഒരാളെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ വിവാദമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് റീച്ച് കൂടുതൽ കിട്ടുക. ഷിഞ്ചിത കൃത്യമായിട്ട് ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി മുതലെടുക്കുകയായിരുന്നു. ഇന്ന് പലർക്കും ലൈക്കും വ്യൂസും ഒക്കെ പറയുന്നത് ഒരു ശ്വാസം പോലെയാണ്. ആ വീഡിയോയിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെയാണ് ഷിഞ്ചിത പണയവും വെച്ചത്. സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു വശം മാത്രം കേട്ടാൽ അവർ ജഡ്ജിയും പോലീസുമായിട്ടൊക്കെ മാറും. ദീപകിന് മറുപടി പറയാൻ ഒരു അവസരം പോലും നൽകാത്ത സൈബർ ലോകം അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഇതാണ് ഷിഞ്ചിതയെ പോലെയുള്ളവർക്ക് ധൈര്യവും നൽകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിരൽ തുമ്പിൽ ലോകമുള്ള ഒരു കാലത്താണ്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആരെയും താരമാക്കാം, അതുപോലെ തന്നെ ആരെയും തകർക്കാനും പറ്റും. പക്ഷെ ദീപകിന്റെ ഈ ഒരു അനുഭവം നമുക്ക് നൽകുന്ന ഒരു പാഠം വളരെ വലുതാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കിനും വ്യൂസിനും വേണ്ടിയിട്ട് മറ്റൊരാളുടെ അന്തസ്സിനെ ബലി കൊടുക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഷിഞ്ചിത ചെയ്ത ഒരു വ്യക്തിയെ വേട്ടയാടുക എന്നതായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു ജീവനും ഇല്ലാതായി. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ആ ഒരു വീഡിയോ കണ്ട ഉടനെ അതിലെ സത്യം തിരയാതെ ഒരാളെ കുറ്റവാളിയായി മുദ്ര കുത്തരുത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. സത്യാവസ്ഥ അറിയാതെ കമന്റുകളിലൂടെയും ഷെയറുകളിലൂടെയും ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. നിങ്ങളുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ലൈക്ക് മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുക. ദീപകിന് നേരിട്ട ഈ ഒരവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുത്. ഈ ചതിക്ക് പിന്നിലുള്ളവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിയമം ഷിഞ്ചിതയെ ശിക്ഷിക്കുമായിരിക്കാം, അവർ ജയിലിലും പോകുമായിരിക്കാം. പക്ഷേ യഥാർത്ഥ ശിക്ഷ എന്നത് ഇനിയൊരു ഷിഞ്ചിത ഇവിടെ ഉണ്ടാവാതിരിക്കുക എന്നതും ഇനിയൊരു ദീപക് ഇവിടെ തകരാതിരിക്കുക എന്നതുമാണ്. മാന്യമായി ജീവിക്കുന്നവർക്ക് നേരെ ഉയരുന്ന ഓരോ വിരലുകളും സത്യത്തിൻ്റെതാകട്ടെ, അല്ലാതെ വ്യൂസിന് വേണ്ടിയുള്ളതാകരുത്. ഷിഞ്ചിതയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്ത് കരുതുന്നു? വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.